യെസ്, അഡ്വക്കേറ്റ് ബലദേവ്, ഈ കൊല്ലപ്പെട്ട അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ അമ്മയും ഭാര്യയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിച്ചത്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്ത പേരാണ് ഈ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലിൻ്റെ. മറ്റൊരു കാര്യം എനിക്ക് താങ്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്, അതായത് താങ്കൾ ഈ ഷാൻ കൊല്ലപ്പെട്ട കാര്യം പറഞ്ഞു, അതിൻ്റെ ഒരു പ്രതികാരം എന്ന നിലക്കാണ് ഇതുണ്ടായത് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്. അതിനു മുമ്പ് ഒരു നന്ദു എന്നൊരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നിരുന്നു അഡ്വക്കേറ്റ് ബലദേവ്. അപ്പോൾ കഥകൾ പറയാനാണെങ്കിൽ പലതും ഉണ്ട്, ഉദാഹരിക്കണമെങ്കിൽ പലതും ഉണ്ട് നമ്മുടെ മുന്നിൽ. ഞാൻ പറഞ്ഞല്ലോ, കൊലപാതകങ്ങൾ ഒന്നിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാൻ ഞാൻ വിരൽ ഉയർത്തിയത്, അതായത് പിന്നെ കോലശേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കിപ്പോ ബോധ്യം വന്നു. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കൊലപാതകം നടന്നപ്പോൾ BJP പറഞ്ഞവരെ തന്നെ ആ കേസ് പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചുവെങ്കിൽ ഈ ഗവൺമെന്റിന്റെ നയം വളരെ വ്യക്തമല്ലേ. തീർച്ചയായിട്ടും BJP പറഞ്ഞ ആളിനെ അക്കാര്യത്തിൽ ഒന്നത്. രണ്ട്, ഈ കേസ് ആലപ്പുഴയിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വരെ ഈ പ്രതികൾ പോയിരുന്നു. അവിടെ എല്ലാത്തിനും എതിർത്തത് ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ അവർ പറഞ്ഞനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള പ്രോസിക്യൂട്ടറെ വെച്ചുകൊടുത്തെങ്കിൽ അത് ഗവൺമെന്റിന് തള്ളാൻ സാധിക്കില്ല. ബലദേവ കള്ളത്തിനെ പൊളിക്കും ഞാൻ. സാറിന്റെ പേര് പറഞ്ഞതൊന്നും വെച്ചൊന്നും പറയണ്ട. അത് കളക്ടറോട് എല്ലാവർക്കും അറിയില്ലേ. സ്പെഷ്യൽ ഗവൺമെന്റ് നിങ്ങൾ അത് അങ്ങ് ആ വർത്താനൊന്നും പറയണ്ട. നിങ്ങൾ വെച്ചില്ലെങ്കിൽ ഞങ്ങൾ കോടതി പോവും. നിങ്ങൾ വെച്ചില്ലേ ഞങ്ങൾ കോടതി പോവും. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഞാനിത് പറഞ്ഞോട്ടെ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഏത് കേസിന് ആര് നിയമിക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. BJP-ക്കാർ പറയുന്ന പറയട്ടെ വർഷം ഞാൻ പറഞ്ഞോട്ടെ. BJP-ക്കാർ പറയുന്ന അവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലിനെ നിയമിച്ചത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അവര് പറയുന്നവരെ ഒരു പ്രതി പറയുന്ന ആളിനെ വെക്കണം, വാദി പറയുന്ന ആളിനെ വെക്കണം, ഒരു നിയമമൊന്നുമില്ല. ഒരു കോടതി അത് പറയത്തില്ല. അങ്ങനെ പോയാലും ഹൈക്കോടതി പോലെ ഒരു ഹൈക്കോടതിയും പറയത്തില്ല. പറയുന്നത് അത് കളക്ടർ പോകുന്നത്. അത് വെക്കാതില്ല ഞങ്ങൾ ഹൈക്കോടതി പോലെ പറയത്തില്ല. ഇന്നാരെ പ്രോസിക്യൂട്ടറായിട്ട് ഞാൻ കോടതി പോകുന്ന അഭിഭാഷകരുടെ, ഞാൻ കോടതി സ്ഥിരമായിട്ട് കൊല്ലം പോകുന്ന എങ്ങും പറയത്തില്ല. എങ്ങും പറയാം ഒരു ഹൈക്കോടതി പറയത്തില്ല. അവകാശം അവർക്കുണ്ട്. നിങ്ങൾ ആവർത്താനൊന്നും പറയണ്ട. അവർക്ക് ആർക്കും കൊടുക്കുക. അവര് പറയുന്നവരെ വെക്കണമെന്ന് ഒരു നിയമവും ഇല്ല. അവര് പറയുന്നവരെ വെക്കണമെന്ന് ഇവിടെ ഏത് നിയമത്തിൽ പറയുന്നു? ഏത് നിയമത്തിൽ പറയുന്നു? അവര് പറയുന്ന പ്രോസിക്യൂട്ടർ വെക്കണമെന്ന് ആര് പറയുന്നു? ആര് പറയുന്ന അവര് പറയുന്ന പ്രോസിക്യൂട്ടർ വെക്കണമെന്ന് CRPC ഏത് പ്രൊവിഷനിലാണ് പറയുന്നത്? ഏത് പ്രൊവിഷനിലാണ്? CRPC ഏത് പ്രൊവിഷനിലാണ് പറയുന്നത്? അവര് പറയുന്ന ഇതിനകത്തെ ഈ കേസിലെ കംപ്ലൈന്റ്, ഹൈക്കോടതി പോവും. ഈ കേസിലെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. ഈ കൊലപാതക കേസിലെ കംപ്ലൈനന്റ് ഗവൺമെന്റ് ആണ്, അല്ലാതെ വ്യക്തിയല്ല. അല്ല, പക്ഷേ അഡ്വക്കേറ്റ് ബലദേവ ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ അമ്മ, അതുപോലെ ഭാര്യ, അവരോട് അവരുടെ അഭിപ്രായം കൂടി, അവരുടെ അഭ്യർത്ഥന കൂടി പരിഗണിച്ചാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിച്ചത്. അവര് പറയുന്ന ആളെ പ്രോസിക്യൂട്ടറായിട്ട് വെക്കണമെന്ന് അങ്ങനെ എങ്ങും പറയുന്നില്ല. ഒന്ന് ഏത് പ്രൊവിഷൻ എനിക്കെന്ന് പറഞ്ഞാൽ 484 പ്രൊവിഷൻ ഉണ്ട്. അതിനകത്ത് എവിടെ പറയുന്നു വാദി? നിങ്ങൾ LDF-ന്റെ സർക്കാർ BJP RSS വെക്കില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളെ ഏത് ലോകത്താ? ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞ എന്താ? RSS-കാരനെ BJP-കാരനെ ഈ സർക്കാർ വെക്കില്ല നിങ്ങൾ പറഞ്ഞില്ലേ? വെറുതെ വിവരക്കേട് പറയല്ലേ? ഗവൺമെന്റ് വാദിയൊക്കെയാ. ഇല്ലെങ്കിൽ കോടതി അത് കാണണം. ഹൈക്കോടതി ഹൈക്കോടതി പറയും ഇന്നാര് ഒരു ഹൈക്കോടതി പറയത്തില്ല. കാര്യമില്ല. അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ അദ്ദേഹം BJP ലീഗൽ സെല്ലിന്റെ പ്രതിനിധി മാത്രമല്ല, അദ്ദേഹം ഒരു സ്വയം സേവകനാണെന്ന് കൂടി പറഞ്ഞിരിക്കുന്നു. തീർന്നു, അവിടെ തീർന്നു. ആലപ്പുഴ ജില്ലയിൽ നിന്ന് കേസ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ ഹൈക്കോടതി പോയ തള്ളി. ഗവൺമെന്റ് എതിർത്തത് സുപ്രീം കോടതി പോയ തള്ളി. എന്താ അനുവദിച്ചോ? അനുവദിച്ചില്ല. പ്രതികൾ
അല്ലാണ്ട് ഈ ആവശ്യപ്പെടുന്നത് ഹൈക്കോടതി ഒടിഞ്ഞ വാദവും അനുവദിക്കുന്നില്ല. ഈ മുനപോയ വാദം വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ബലദേവേ, വേറെ വല്ല കാര്യമുണ്ടേ പറഞ്ഞോ. യെസ് യെസ് ബലദേവേ, ഞാൻ പറഞ്ഞതിന് ഉത്തരം വല്ലോണ്ടേ പറഞ്ഞോ. കോടിയേരി ബാലകൃഷ്ണൻ തീവ്രവാദിയാണോ അല്ലയോ? യശശരീരനായ കോടിയേരി ബാലകൃഷ്ണൻ തീവ്രവാദിയാണോ അല്ലയോ? അത് പറ. പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കുന്നു പറഞ്ഞ, വരമ്പത്ത് കൂലി കൊടുക്കുമെന്ന് പറഞ്ഞ, നിരവധി ആളുകളെ കൊന്ന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിരുന്ന യശശരീരനായ കോടിയേരി ബാലകൃഷ്ണൻ തീവ്രവാദിയാണോ? അതല്ലേ ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും ഉത്തരം പറ. വലിയ തീവ്രവാദികൾ നിങ്ങളുടെ